ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം ഇപ്പോഴും ചന്ദ്രു അറിഞ്ഞിട്ടില്ല. ഒരു സത്യം മറച്ചു വെക്കാൻ ഒരുപാട് നുണകൾ പറയേണ്ടി വരുന്നു. നമ്മൾ പറയുന്ന സത്യം ഒരാളെ സങ്കടപ്പെടുത്തുന്നതാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാവും നല്ലത്. നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല അങ്കിൾ, എനിക്കൊന്നും പറ്റിയില്ല. ലോറി ഇടിക്കാൻ വന്നപ്പോ ഞാൻ റോഡിൽ അനങ്ങാതെ കിടന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലെ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്കിൾ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ. ചന്ദ്രു, എന്താ നീ കുത്തിക്കുറിച്ചോണ്ടിരിക്കുന്നത്? മാധവേട്ടന് ശമ്പളം കിട്ടാറായല്ലോ. അടുത്ത മാസം ആദ്യം കൊടുക്കേണ്ട ഇടപാടുകൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. നന്നായി, കേൾക്കട്ടെ. വീട്ടുവാടകയും പലചരക്ക് കടയിലെ പറ്റുവരവും ചേർത്ത് 10,000 രൂപ. പിന്നെ പച്ചക്കറി, പത്രം, പാല് എല്ലാം കൂടി ചേർത്ത് 5,000. പിന്നെ ചില്ലറ ചെലവിന് കയ്യിൽ വേണ്ടത് ചുരുങ്ങിയത് 2,000 രൂപ. എല്ലാം കൂടി 17,500 രൂപ. ഇതിൽ പ്രകാശിന്റെ 8,750 രൂപ കഴിച്ചാൽ ബാക്കി 8,750 രൂപ വേണം. ശമ്പളം കിട്ടുമ്പോ ഒന്നിച്ചു കൊടുക്കാമല്ലോ അല്ലേ? അതെ, ചില്ലറ കടങ്ങൾ വേറെയും ഉണ്ട്. വാടക വീട്ടിൽ കഴിയുന്ന ദിയമോൾക്കെങ്കിലും ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? വില കുറഞ്ഞത് മതി. പറ്റുമെങ്കിൽ കുറച്ച് പൈസ അതിന് മാറ്റിവെക്കണം. എന്താ മാധവേട്ടനൊരു വിഷമം? കിട്ടുന്ന പൈസ കൊണ്ട് ഇതിനെല്ലാം തികയില്ലെന്നാണോ? തികയും. എന്നാലും വന്ദനയ്ക്കും ജഗനും ഒന്നും വാങ്ങാൻ കഴിയില്ലല്ലോ എന്നോർത്താ ഒരു വിഷമം. അത് സാരമില്ല, അവർക്ക് നമ്മുടെ ഇല്ലായ്മ അറിയാലോ. ആ, ഇന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോ മാധവേട്ടന് കാപ്പി കൊണ്ടുപോയാൽ മതിയോ? അത് പിന്നെ ചന്ദ്രു, ഇന്ന് ഡ്യൂട്ടി ഇല്ല ചന്ദ്രു, വീക്കിലി ഓഫാ. ഇന്ന് മുതൽ എന്നെ നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക. പ്രായത്തെ മാനിച്ച് എനിക്കിനി ഡേ ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവൂ. ഇന്നൊരു ദിവസം അവധിയും കിട്ടി. ഇനി അങ്ങോട്ട് ഡേ ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരിക്കുള്ളല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുത്തവർക്ക് കോടി പുണ്യം കിട്ടും. എങ്ങോട്ടായി പോന്നേ?
വേറെങ്ങും അല്ല, മുറ്റത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതി. ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന ആളാണോ നടക്കാൻ പോന്നേ? വേണ്ട, മാധവേട്ടൻ എവിടെ ഇരുന്നാ മതി, ഞാൻ ചായ എടുക്കാം. അതല്ല, എനിക്കൊന്ന് കുളിക്കണം. അതിനെന്താ, ഞാൻ വെള്ളം ചൂടാക്കി തരായിരുന്നു. നല്ലതുപോലെ എണ്ണയും കുഴമ്പും ഒക്കെ തേച്ച് നന്നായി ഒന്ന് കുളിച്ച് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുമ്പോഴേക്കും ഈ ക്ഷീണമൊക്കെ മാറിക്കിട്ടും. ഞാനിപ്പോ ചായ ഇട്ടോണ്ട് വരാം. ചന്ദ്രു, അതെ, എനിക്ക് നിന്നോടൊരു... അറിയാം, മുഖം വാടിയിരിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് ഊഹിക്കാൻ പറ്റും അമ്മയെ കാണാനുള്ള പൂതി തുടങ്ങിയെന്ന്. മാധവേട്ട, എനിക്കും അമ്മയെ കാണാതെ വയ്യെന്നായി. നമുക്ക് പറ്റുമെങ്കിൽ നാളെ തന്നെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. അയ്യോ, അതല്ല ചന്ദ്രു. അറിയാം, വർഷയ്ക്കൊരു കൂട്ട് തന്നെ അമ്മ. പക്ഷെ അമ്മയെ കാണാതിരിക്കാൻ മാധവേട്ടന് പറ്റുന്നില്ല. ഇപ്പൊ എനിക്കും. ഞാൻ ചായ എടുക്കാം. ഈശ്വര, സത്യം പറയാൻ പോലും പറ്റുന്നില്ല. എന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം ഇപ്പോഴും ചന്ദ്രു അറിഞ്ഞിട്ടില്ല. ഒരു സത്യം മറച്ചു വെക്കാൻ ഒരുപാട് നുണകൾ പറയേണ്ടി വരുന്നു. നമ്മൾ പറയുന്ന സത്യം ഒരാളെ സങ്കടപ്പെടുത്തുന്നതാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാവും നല്ലത്. ദേമോൾ ഇടിച്ചു കൊല്ലമെന്ന ലോറിയുടെ പേര് ശരിക്കും ഓർക്കുന്നില്ല. കണ്ടാൽ ഏകദേശം അറിയാനാവും. ഇതും കൂടെ ചേർത്ത് 4ാമത്തെ ലോറി പറിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊന്നും ആവില്ല. ഇനി ആ ലോറി പാർക്ക് ചെയ്യുന്നത് ഈ ലോറി താവളത്തിലാണെന്നും തോന്നുന്നില്ല. കൊല്ലാമെന്ന ലോറിയെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവുന്ന ഭയന്ന് ലോറി ദൂരെ എവിടേക്കെങ്കിലും മാറ്റിക്കാണും. പാവം ദേമോള്. അവളുടെ ജീവൻ ആർക്കാണ് വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടാ, എന്താ ഇവിടെ ഇങ്ങനെ വെള്ളം എടുക്കാൻ വരുന്ന ലോറി മാത്രമാണ് പാർക്ക് ചെയ്യുന്നത്? സാധാരണ കുടിവെള്ളം എടുക്കാനുള്ള ലോറി മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാറുള്ളൂ. എന്താ കാര്യം? അല്ല, ഞാൻ മോളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന വഴി ഒരു ലോറി അവളെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞു. എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഭാഗ്യം, രക്ഷപ്പെട്ടു. ഈശ്വരാനുഗ്രഹം. മാനത്തെ കൊട്ടാരം